ഇൻ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കണ്ടോ, ഡി ഇ എഫ് ആർ മിഡ് പോയിൻറ്റ്സ് ഓഫ് ബി സി, സി എ ആൻഡ് എ ബി. പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ എഫ് ബി ഡി ഈ ട്രയാങ്കിൾ എഫ് ബി ഡി സിമിലർ ടു ട്രയാങ്കിൾ ഡി ഇ എഫ്. ഈ ട്രയാങ്കിൾ ഡി ഇ എഫ്, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിൻ്റാണ്, അതുപോലെ ഇ എ ഡി എ ഇതൊക്കെ ഓരോ സൈഡിൻ്റെയും മിഡ് പോയിൻ്റാണ്. അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാം ബൈ മിഡ് പോയിൻ്റ് തിയറം. മിഡ് പോയിൻ്റ് തിയറം വെച്ചിട്ട് നമുക്ക് എന്തെന്ന് പറയാം, ഇത് മിഡ് പോയിൻറ്റ്സ് ആണെങ്കിൽ ഈ ഇ എഫ് ബി സിക്ക് പാരലായിരിക്കും അല്ലേ. ഇ എഫ് പാരലൽ ടു ബി സി. ഇ എഫ് ഇതാണ് ഇ എഫ് എന്ന് പറയുന്നത് ബി സിക്ക് പാരലായിരിക്കും. മാത്രമല്ല ഈ ഇ എഫ് എന്ന് പറയുന്നത് ബി സിയുടെ ഹാഫ് ആയിരിക്കും, ഹാഫ് ഓഫ് ബി സി ആയിരിക്കും. അതാണ് മിഡ് പോയിൻ്റ് തിയറം. ഇ എഫ് എന്ന് പറയുന്നത് പാരലായിരിക്കും ബി സിക്ക്, അതുപോലെ തന്നെ ബി സിയുടെ ഹാഫ് ആയിരിക്കും ഇ എഫ്. അതുപോലെ നമുക്ക് വേറെ എന്തെല്ലാം പറയാം. സിമിലർലി അതുപോലെ തന്നെ എഫ് ഡി പാരലൽ എ സി. എഫ് ഡി എ സിക്ക് പാരലാണ്. അപ്പോൾ എഫ് ഡി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, എ സിയുടെ ഹാഫാന്ന് പറയും. അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് എ ബിക്ക് പാരലാണ്. അപ്പോൾ ഡി എന്താണെന്ന് പറയാം, എ ബിയുടെ ഹാഫാന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ വലിയ ട്രയാങ്കിൾ, ലാർജർ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡിൻ്റെയും ഹാഫാണ് സ്മോളർ ട്രയാങ്കിളിൻ്റെ. അങ്ങനെയാണ് ഈ അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷനാണെന്ന് പറയാമല്ലോ. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം, കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ഡി ഇ എഫ് അല്ലേ. ഡി ഇ എഫ് എന്ന് പറയുന്നത് ആ ചെറിയ ട്രയാങ്കിൾ പച്ച നിറത്തിൽ കൊടുത്തിരിക്കുന്നത്. ഡി ഇ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ ആ ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആ വലിയ ട്രയാങ്കിളായ ട്രയാങ്കിൾ എ ബി സിക്ക് പ്രൊപ്പോർഷണലാണ്. കാരണം എന്താണ്, ഇതെല്ലാം ഈ വലിയ ട്രയാങ്കിളുടെ സൈഡിൻ്റെ ഹാഫാണ് അല്ലേ ചെറിയ ട്രയാങ്കിളുടെ സൈഡിൻ്റെ നീളം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ ഇവയുടെ റേഷ്യോ എന്താണ്, വിത്ത് ഹാഫ് റേഷ്യോയിലാണ്. വലിയ ട്രയാങ്കിളുടെ സൈഡ്സിൻ്റെയൊക്കെ ഹാഫ് ആണ് ചെറിയ ട്രയാങ്കിളുടെ സൈഡ്. അപ്പോൾ നമുക്ക് മൂന്ന് സൈഡും സിമിലർ ആണെങ്കിൽ എന്ന് പറയാം എസ് സിമിലാരിറ്റി വെച്ചിട്ട് നമുക്കത് ഈ ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാം. ഏതൊക്കെ ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം, ട്രയാങ്കിൾ ഡി ഇ എഫ് എന്ന് പറയുന്ന ചെറിയ ട്രയാങ്കിൾ സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി എന്ന് പറയും. രണ്ടാമത് പറഞ്ഞാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തത്. ഇനി പറഞ്ഞാൽ കൊണ്ട് പ്രൂവ് ചെയ്യാനല്ലേ, എഫ് പി ഡി എന്ന് പറയുന്ന ഡി എഫിന് എഫ് ബി ഡി എന്ന് പറയുന്ന ഈ ഡി എഫിന് സിമിലർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ ട്രയാങ്കിൾ എഫ് ബി ഡി ആൻഡ് ട്രയാങ്കിൾ ഡി എഫ്. എഫ് ബി ഡി ഉണ്ട്, ഡി എഫ് ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ടല്ലേ. അതിനകത്ത് എഫ് ബി ഈക്വൽസ് ഇ എഫ്. എഫ് ബി ഇ എഫിന് എഫ് ബി എന്ന് പറയുന്നത് ഇ എഫിന് പ്രൊപ്പോർഷണലാണ്. അതെങ്ങനെയാണ്, എഫ് പി എന്ന് പറയുന്നത് ഇ എഫിന് പ്രൊപ്പോർഷണലാവുന്നത്. രണ്ടും എ ബിയുടെ ഹാഫാണ് അല്ലേ, അങ്ങനെ പറയാൻ പറ്റില്ലേ. ഇത് ഇ എഫ് അല്ലല്ലോ, ഇ എഫ് ആണോ, ഇ ഡിക്കാണ് പ്രൊപ്പോർഷണൽ അല്ലേ, അല്ലെങ്കിൽ ഡി ഇക്കാണ് പ്രൊപ്പോർഷണൽ. ഡി ഇ നോക്കി, ഡി ഇതുണ്ട്, ഡി എഫ് ബി ഈക്വൽസ് ഡി. എങ്ങനെയാണ്, എഫ് പി എന്ന് പറയുന്നത് എ ബിയുടെ ഹാഫാണ്, അത് മിഡ് പോയിൻ്റ് ആയതുകൊണ്ട്. ഡി എന്ന് പറയുന്നത് എന്താണ്, എ ബിയുടെ ഹാഫാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഫ് ബി ഈക്വൽസ് ഡി. അപ്പോൾ എന്തെന്ന് പറയാം, ബോത്ത് ആർ
എ ബിയുടെ ഹാഫാണ്. അതുപോലെ ബി ഡി ഈക്വൽസ് ഇ എഫ്. നോക്കാം, ബി ഡി എന്ന് പറയുന്നത് ഇ എഫ്. ബി ഡി ബി സിയുടെ ഹാഫാണ്, ഇ എഫും ബി സിയുടെ ഹാഫാണ്. ഇങ്ങനെ ഇതുകൊണ്ട് തന്നെ ഇതെന്ന് പറയാം ബോത്ത് ആർ ഹാഫ് ഓഫ് ബി സി എന്ന് പറയും. ഓക്കെ, ഇനി നമുക്കൊരു സൈഡിൽ നിന്ന് പറയാം. എഫ് ഡി ഈക്വൽസ് എഫ് ഡി. എഫ് ഡി രണ്ട് ട്രയാങ്കിളിൻ്റെയും കോമൺ ആണ്. അപ്പോൾ 3 സൈഡ്സ് ഈക്വൽ ആയില്ലേ. അപ്പോൾ നമുക്ക് ഇതെന്ന് പറയാം ബൈ എസ് 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 സിമിലാരിറ്റി ട്രയാങ്കിൾ എഫ് ബി ഡി കോൺകറൻറ്റ് സിമിലർ ടു ട്രയാങ്കിൾ ഡി എഫ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു പ്രോബ്ലം നോക്കിയേ. ഓ സെൻറ്ററായിട്ടുള്ളൊരു സർക്കിളാണ്. ആ സർക്കിളിലേക്കുള്ള ഒരു ടാൻജൻ്റാണ് പി എ. ഒ എ റേഡിയസ് ആണ്. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ആംഗിൾ എ പി ബി. ആംഗിൾ എ പി ബി കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ എ പി ഒ, എ പി ഒ എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കാം. ഈ ആംഗിൾ നമുക്ക് എത്രയായിരിക്കാം? ആംഗിൾ എ ഒ പി എത്രയായിരിക്കാം? 180 മൈനസ് 130 ആയിരിക്കും. ദാറ്റ് ഈസ് 50 ആണ് അല്ലേ? ലീനിയർ പെയർ അല്ലേ? അതിൻ്റെ റീസൺ നമുക്കറിയാം, ലീനിയർ പെയറാണ്. ഈ ആംഗിൾ എന്തായിരിക്കാം? ഈ ആംഗിൾ പി എ ഒ, അതായത് ആംഗിളോ എ. ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു ടാൻജൻറ്റ് റേഡിയസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. നമുക്ക് ഈസി ആയിട്ട് ആംഗിൾ എ പി ബി കണ്ടുപിടിക്കാം. ആംഗിൾ എ പി ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടത്? 180യിൽ നിന്ന് ഒരു ട്രയാങ്കിളിൽ 3 ആംഗിൾസും 3 ആംഗിൾസിൻ്റെയും സമ്മ് 180 ആയിരിക്കാം. 180യിൽ നിന്ന് 90യും 50യും കൂടി ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 140 മൈനസ് ചെയ്താൽ മതി. ഇപ്പോൾ 40 ആയിരിക്കും. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് എക്സ്, എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിത് അറിയാം, എ ഡി ബൈ ഡി ബി ഈക്വൽസ് എ ഇ ബൈ ഇ സി ആണെന്ന് നമുക്കറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എ ഡി നമുക്കുണ്ട് എക്സ് ബൈ ഡി ബി ഒ എക്സ് മൈനസ് 2 ഈക്വൽസ് എ ഇ ഒ എക്സ് പ്ലസ് 2 ഉണ്ട്, മറ്റേത് എക്സ് മൈനസ് 1 ഉണ്ട്. ക്രോസ് ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1, മറ്റേത് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഇങ്ങനെ അല്ലേ? അപ്പം എന്തെന്ന് എഴുതാം? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് 1 മൈനസ് എക്സ്, ഇതോ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എ പ്ലസ് ബി ടു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് എഴുതാൻ പാടില്ലേ? അല്ല എളുപ്പം. ഇത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ മൈനസ് എക്സ് ഈക്വൽസ് -4, ദെൻ എക്സ് ഈക്വൽസ് വാട്ട് 4. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഷാഡോ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് എ പോൾ ഓഫ് ഹൈറ്റ് 18 മീറ്റർ. 18 മീറ്റർ ഹൈറ്റുള്ള ഒരു പോൾ, അതിൻ്റെ ഷാഡോ ഇങ്ങനെ വീണെടുക്കുന്നു. തീറ്റ ആംഗിളിലാണ് വീണെടുക്കുന്നത്. The angle of elevation of sun is such that tan theta equals 6/7. ഇപ്പോൾ നമ്മളൊരു സണ്ണ് ഇങ്ങനെ ഇരിക്കുകയെന്ന് ഓർക്കാം. സണ്ണിൽ നിന്ന് ഉള്ള ആംഗിൾ തീറ്റയാണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ടാൻ തീറ്റ എന്ന് പറയുന്നത് 6/7 ആണ്. ഇത് സണ്ണിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 6 ആണ്, അഡ്ജസൻറ്റ് സൈഡ് 7 ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സിമിലറായിട്ടുള്ളൊരു ട്രയാങ്കിളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ 6ന് പകരം 8 ആണ് കിടക്കുന്നത്, ഇവിടെ 7ന് പകരമുള്ളതാണ് കാണേണ്ടത്. ഇതിൽ നമുക്ക് കാണേണ്ടത് ഈ ഷാഡോയുടെ ലെങ്ത്താണ് കാണേണ്ടത്. അതിന് എക്സാക്റ്റ് എഴുതാം. അപ്പോൾ ഇത് രണ്ട് സിമിലർ ആയിട്ട് നമുക്കെന്ന് പറയാം. ഈ 18/x എന്ന് പറയുന്നത് തന്നെയാണ് 6/7 എന്ന് പറയാം അല്ലേ? അപ്പോൾ 6x ഈക്വൽസ് 18 ഇൻറ്റു 7, ദെൻ x ഈക്വൽസ് 18 ഇൻറ്റു 7/6. കട്ട് ചെയ്യാം. 3 ഇൻറ്റു 7 21 മീറ്ററാണ് ഷാഡോയുടെ ലെങ്ത്.